മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പെന്തക്കോസ്ത് തിരുനാളൊക്കെ കഴിഞ്ഞ് ആത്മാവിൽ പൂരിതമായിരിക്കുന്ന ഒരു പുണ്യമായ ദിവസമാണിന്ന്. തീർച്ചയായിട്ടും നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ആത്മാവ് കടന്നു വരട്ടെ, പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. ദൈവത്തിന്റെ സ്വപ്നങ്ങൾ നിന്നിലൂടെയാണ്, എന്നിലൂടെയാണ്, നമ്മിലൂടെയാണ് പൂവണിയിക്കാനായിട്ട് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന തിരുവചനം 1 തെസ്സലോനി 5-ാം അധ്യായം 10-ാം വാക്യം. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, മനുഷ്യന്റെ മുന്നിൽ 2 സാധ്യതകളേ ഉള്ളൂ. ഒന്ന്, സ്വർഗത്തെ ലക്ഷ്യമാക്കി ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുക. 2, നരകത്തെ ലക്ഷ്യമാക്കി വിശാലമായ വഴിയിലൂടെ സഞ്ചരിക്കുക. ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവമായ കർത്താവ് നമ്മിൽ സംപ്രീതനായി തീരുന്നത്. ഏത് വഴിയിലൂടെയാണെങ്കിലും തീരുമാനിക്കേണ്ടത് ഞാനാണ്. നമുക്ക് വെറുതെ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ പോരാ, തീരുമാനങ്ങൾ വേണം. ഡിസയർ ഉണ്ടായാൽ പോരാ, ഡിസിഷൻ ഉണ്ടാകണം. അതാണ് ദൈവമായ കർത്താവ് പറയുന്നത്. ഒന്നുകിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുക, അല്ലെങ്കിൽ നരകത്തെ ലക്ഷ്യമാക്കി പിശാചിനോട് പക്ഷം ചേർന്ന് പ്രവർത്തിക്കുക. പൗലോസ് നമ്മോട് പറയുകയാണ്, ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊത്ത് ജീവിക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അവന്റെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയമായ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിന്റെ ശക്തിയാലാണ് ഉണർവിലും ഉറക്കത്തിലും ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.